വീക്ക്ലി പോഡ്കാസ്റ്റിന്റെ പന്തി 3 അല്ലെ 13ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 19 ഞായറാഴ്ച. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ഓടി ഇന്ത്യ മൂന്നാമത്തെ ഓടി. അപ്പോൾ ഒടുവിൽ ഞാൻ നോക്കിയപ്പോൾ 4 ഓവറിൽ 31 എന്ന നിലയിൽ നിൽക്കുന്ന ടോസ് കിട്ടിയത് ഇംഗ്ലണ്ടിന്. 2023 ശേഷമുള്ള ഓഡികളിൽ ഇന്ത്യക്ക് 4 എണ്ണമാണ് കിട്ടിയത് ടോസ്. ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. ടോസിന്റെ ലാഭം വീണ്ടും തുടങ്ങുന്നത്. കഴിഞ്ഞ ആദ്യമൊക്കെ ഫസ്റ്റ് കളിയിലാണ് നമുക്ക് ടോസ് കിട്ടിയത്. ടോസ് എടുക്കാൻ നമ്മൾ ജയിച്ചു. കഴിഞ്ഞ കളി ടോസ് കിട്ടിയില്ല, അടുത്ത ടോസ് കിട്ടിയില്ല. പിന്നെ എന്താവും അറിയാം. ബാറ്റിംഗ് പിച്ചാണ് സീരീസ് ഡിസൈഡറാണ്. അതിനു മുമ്പ് ഇപ്പൊ ഇടയ്ക്ക് കുറെ മറ്റേ റൂമർ ഉണ്ടായിരുന്നു, രോഹിത് ശർമ്മയുടെ ലാസ്റ്റ് ഓടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും കളിക്കാണ്ട്. അപ്പൊ അവര് പറഞ്ഞു ലാസ്റ്റ് ഓടിയ ഇൻ ലോഡ്സ്. ലോഡ്സ് പറഞ്ഞിട്ട് കുറെ എഴുതുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ. കളിക്കുന്നവർ കളിക്കട്ടെ. നിങ്ങൾ എന്തിനാ എപ്പോഴും വിനിയോഗിപ്പിക്കുന്നു? ആകെപ്പോടെ കളിക്കുന്ന 2-3 ആൾക്കാർ ടീമിലുണ്ട്. അവരും കൂടെ മാറ്റി ആര് കളിക്കും. അപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ തന്നെ പരിക്ക് പറ്റി 2 പേരുന്നില്ല. ബുംറയില്ല, ബുംറയ്ക്ക് കാലിന് പരിക്ക്. വാഷിംഗ്ടൺ സുന്ദറിന്റെ പരിക്ക്. പകരം പ്രിൻസ് യാദവ്, ഹർഷദീപ് സിംഗ് ആൻഡ് പ്രസിദ്ധ് കൃഷ്ണ ഓൾറെഡി ഉണ്ട്. പനി മാറി ഡൂബൈയില് മാറ്റി. ഇത് കഴിഞ്ഞിട്ട് ഉടനെ 2-3 ദിവസം കഴിഞ്ഞ അടുത്ത് 2020 തുടങ്ങുന്നുണ്ട് സിംബാബ്വെ. ഇന്ന് സിംബാബ്വെ ബംഗ്ലാദേശ് 3ാമത്തെ 2020 ഉണ്ട്. നമ്മൾ സീരീസ് നോക്കുകയാണെങ്കിൽ തന്നെ ODI 2-1 സിംബാബ്വെ ജയിച്ചു. ഇപ്പോ 2020 1-1 നിൽക്കുകയാണ്. കഴിഞ്ഞ കളി ബംഗ്ലാദേശ് ജയിച്ചു. അപ്പം 1-1 നിൽക്കുകയാണ്. പിന്നെ അതും ഒരു സീരീസ് ഡിസൈഡറാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെ കളിക്കുന്നത്. സഞ്ജു ഒന്നുകൂടി പറയും, സഞ്ജു കളിക്കയില്ല. നമ്മളെ സീരീസിൽ കോച്ച് മാറി. നമ്മുടെ അടുത്ത വരുന്ന സിംബാബ്വെ ഏഷ്യൻ ഗെയിംസിന്റെ കോച്ച് എന്ന് പറയുന്നത് EVS ലക്ഷ്മണാണ്. അതെ, EVS ലക്ഷ്മണാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒരു വലിയൊരു മാറ്റം തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിന് ഇതേപോലെ ഒരു ചേഞ്ച് ഇല്ലായിരുന്നു. സീരീസിൽ മാത്രമാണ് അപ്പോഴത്തെ ബാക്കി എല്ലായിടത്തും വരുന്നത് EVS ലക്ഷ്മൺ തന്നെയാണ്. EVS ലക്ഷ്മൺ സ്ഥിരം കോച്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ചെറിയൊരു അഭിപ്രായമുണ്ട്. നമ്മൾ ഇറക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ശാസ്ത്രി മാമൻ ടെസ്റ്റ് വരട്ടെ, എന്നിട്ട് T20 GG നിൽക്കട്ടെ, ODI ദ്രാവിഡിന് വരില്ല, അല്ലെങ്കിൽ ലക്ഷ്മൺ. അതാണ് ദ്രാവിഡ് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ കോച്ചായിട്ട് ടെസ്റ്റ് കോച്ചായിട്ട് പോകുന്നൊക്കെ റൂമർ ഞാൻ കേട്ടിരുന്നു. അന്ന് കേട്ടത് ഞാൻ കേട്ടിട്ടില്ല. ഇനിയും കുറെ കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ MLC നൈറ്റ് റൈഡേഴ്സ് 1 റണ്ണിനാണ് ജയിച്ചത്. ഷാറുഖ് ഖാന്റെ സ്വന്തം ആ സ്റ്റേഡിയത്താണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോ ലോസ് ഏഞ്ചൽസ് നൈറ്റ് റൈഡേഴ്സ് ജയിച്ചിരിക്കുകയാണ് 1 റണ്ണിന്. പിന്നെ സെമി ഫൈനൽ റെക്കോർഡ് ചേസാണ് അവിടെ നടന്നിട്ടുള്ളത്. 270 റൺസ് നമ്മുടെ സ്റ്റീവ് സ്മിത്ത്. എല്ലാവരും അടിപൊളി കളി. സ്റ്റീവ് സ്മിത്തും ഭയങ്കര കളി. ഞാൻ കളി കണ്ടില്ല. മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഫുള്ള് വായിച്ചു നോക്കിയില്ല. കുറച്ച് അവിടെ നോക്കിയത്. പിന്നെ ഇന്ന് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണമായിട്ടുള്ള ഒരു വ്യക്തിയുടെ പിറന്നാളാണ് ഇന്ന്. ഞായറാഴ്ച 19-ാം തീയതി നമ്മുടെ ഹർഷ ബോളിയുടെ നമ്മളെ ഒരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ അശ്വിൻ ഇവിടെ ഹർഷ ഇരുന്ന് ഒരു ഇന്റർവ്യൂ വൈകാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് കാലത്തൊന്നും മാത്രമല്ല, നമ്മള് സ്പോർട്സ് അനാലിസ്റ്റ് കാര്യം പറയുന്നു. 2031 വേൾഡ് കപ്പില് എന്നൊക്കെ പറയപ്പെടുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. 31 ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാനിൽ എവിടെയൊക്കെ വെച്ചാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ആ രീതിയിൽ നമ്മൾ നടക്കുന്നുണ്ട്. അതാണ് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വീക്കിലി പോഡ്കാസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇവിടെ വന്നിരുന്നു ഹർഷ ബോളി നമ്മളടുത്ത് കാര്യം പറയുന്നു. അതെ, അങ്ങനെയൊക്കെ വരും. അത് ഇവിടെ ഗൗർ സ്ഥലത്ത്. അതെ, അങ്ങനെ ഒരു മികച്ച ഒരു ഇതാവട്ടെ എന്ന് നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. ഫുട്ബോളിലും നമ്മുടെ മിനർവ അണ്ടർ 12 അക്കാഡമിയിലുള്ള കളിക്കാർ പിള്ളേര് അവിടെ തൂക്കി അടിച്ചിരിക്കുകയാണ്. 30-40 ഇടയ്ക്ക് ഗോൾസ് ആണ് ടൂർണമെന്റ് മൊത്തം അടിച്ചിട്ടുള്ളത്. ഫൈനലിൽ 13-0 ജയിച്ചിട്ടുണ്ടായിരുന്നു. 16 എന്തുണ്ടായിരുന്നു നോർവേ 16. അങ്ങനെ ഭയങ്കര കളിയിൽ വരികയാണ്. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കേൾക്കാം അണ്ടർ 19, അണ്ടർ 17, അണ്ടർ 16 ഒക്കെ ഭയങ്കര കളിയാണെന്ന്. അവരൊന്നും പിന്നെ നമ്മൾ കാണാറില്ല. താങ്ക്സ് ടു AIFF. AIFനെ പറ്റി പറഞ്ഞപ്പോഴാണ്
വേൾഡ് കപ്പ് സമയത്ത് ഉം. AIFF ഭയങ്കര മീറ്റിംഗ്, എമർജൻസി മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. ആ. അപ്പൊ നമ്മള് വിചാരിച്ചത് ഓക്കെ, നമ്മൾ അതാണ് അതായത് കേപ്പ് അടുത്ത വെറുതെ 2 ലക്ഷത്തിൽ താഴെയുള്ള ഒരു രാജ്യം അത്ര വിട്. 2 ലക്ഷത്തിനടുത്ത അത് വിട്, അത് വേണ്ട നമുക്ക്. 2 ലക്ഷത്തിൽ താഴെ ടീം അതെ. വേൾഡ് കപ്പ് വേൾഡ് കപ്പ് കളിച്ചു. അപ്പൊ എന്നിട്ടും അവര് ഇത്രയും അർജന്റീന population ഉള്ള അർജന്റീനയുടെ അല്ലേ ഗോൾ അടിച്ചത്? അർജന്റീന സെമിഫൈനലിൽ റൗണ്ട് ഓഫ് 32 അതെ. കഷ്ടിച്ച് ജയിച്ച് വന്നതാണ്. ഇപ്പൊ ഭയങ്കര കളിയെ ഒരു മികച്ച പെർഫോമൻസ് കാണിച്ചിരുന്നവര്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് കളിക്കാൻ പറ്റിയില്ല? ആ ഒരു ഇത് എടുക്കാൻ Meeting ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചു. എല്ലാരും വിചാരിച്ചത്. പക്ഷെ AIFF ബിക്കംസ് ദി ഐഡിയൽ AIFF. അവരുടെ ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് ഇനി മുതൽ അല്ലെ, അവര് പ്രപ്പോസൽ വെച്ചത് AIFF എന്ന പേര് മാറ്റി ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നാക്കുമെന്നുള്ള ഒരു പുതിയ പേരിടൽ ചടങ്ങായിരുന്നു അവിടെ നടന്നത്. എന്നിട്ട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു പണ്ട് തുർക്കി എന്ന് മാറ്റി അങ്ങനെ കാര്യം പറഞ്ഞു. അവരെയൊക്കെ വേൾഡ് കപ്പ് കളിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. നമ്മൾ എന്തിനു ചെയ്തു എന്നുള്ളത് പൈസ കളയാനുള്ള ഓരോ കാരണങ്ങൾ അല്ലാതെ എന്ത് പറയും. ഇപ്പൊ മഴക്കാലമല്ലേ, ഈ മഴക്കാലത്ത് ക്രിക്കറ്റ് കളിച്ച് എന്ത് പറ്റുമെന്ന് അറിയോ? പനി പിടിക്കും. വരാതിരിക്കാൻ ഡോക്ടർ വേൾഡ് ഫെയിലിയറിന്റെ കാരസെറ്റപ്പോൾ നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന്റെ കയ്യിൽ. അപ്പൊ കഴിഞ്ഞ ആഴ്ച സെമിഫൈനലില് എല്ലാവരും ഞെട്ടിച്ചോണ്ടല്ല നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് സ്പെയിനും മറ്റോടെ ആരും ഞെട്ടിക്കാതെ അർജന്റീന ഫൈനൽ കളിക്കും. ഇന്നാണ് ഫൈനല്. നാളെ അവധിയാണ്. തിങ്കളാഴ്ച 20-ാം തീയതി. ഈ വീഡിയോ കണ്ടിട്ട് ആരും ചൊവ്വാഴ്ച ബുധനാഴ്ച സ്കൂളിൽ പോകാതിരിക്കുന്നു. അതെ, നമ്മൾ ഇടുന്നത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിരിക്കും ഇടുന്നത്. മിക്കവാറും തിങ്കളാഴ്ച എല്ലാ വീഡിയോ വരുന്നതായിരിക്കും, പോഡ്കാസ്റ്റ് വീഡിയോ. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ശനിയാഴ്ച രാത്രി ലൂസേഴ്സ് ഫൈനൽ ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ട് ഫ്രാൻസ്. അത് നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മളുണ്ട് ഒരു ഫ്രാൻസ് ജയിക്കുന്നു പറഞ്ഞു. ആഗ്ലേശ് പെനാൽറ്റിയിൽ ഇംഗ്ലണ്ട് ജയിക്കുന്നു പറഞ്ഞു. പക്ഷെ ഇവൻ പറഞ്ഞ ഒരു പ്രൊഡിക്ഷൻ ശരി, ഫ്രാൻസ് 4 ഗോൾ അടിക്കും. പക്ഷെ അവര് 5 ഗോൾ കൂടി കൂടുതൽ അടിച്ചു. 6-4 ഇംഗ്ലണ്ട് ജയിച്ചത്. എന്ത് കളിയത്! ഇത്രയും കാലം കളിച്ചത് ഫൈനൽ കളിച്ചു. പിന്നെ ഫ്രാൻസിന് എന്തോ എനിക്കൊരു പിടിയില്ല, കാരണം ഞാൻ കളി കാണാറില്ല, അതുകൊണ്ട് എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. ഇനി അടുത്തത് ഇന്ന് ഫൈനലാണ്. ലക്ഷ്മി അമ്മാളും ആൻഡ്രോയിഡ് മെസ്സിയുടെ സ്വന്തം 2 ടീമുകളായ സ്പെയിനും അർജന്റീനയും കളിക്കുന്നത്. അപ്പോ ഇന്നത്തെ കളി എന്തായിരിക്കും? അതായത് ഫ്രാൻസ് 18 ഫൈനൽ കയറി, 22 കയറി, 18 കപ്പടിച്ച് 22 ഫൈനൽ തോറ്റു. അങ്ങനെയാണെങ്കിൽ അല്ല, ക്രിക്കറ്റിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. എസ്പെഷ്യലി IPL ഇങ്ങനെ വരാറുണ്ട്. ഈ ടോപ്പ് 2 ഇങ്ങനെ എപ്പോഴും വരാറുണ്ട്. പക്ഷെ ഫുട്ബോൾ നമ്മൾ അധികം അറിഞ്ഞൂടാത്തതുകൊണ്ട് അത് തന്നെ നമുക്ക് പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് നോക്കാം. ഇവൻ പറഞ്ഞ അർജന്റീന തോക്കുന്നതാണ്. അല്ല, ആ പാറ്റേൺ ആണെങ്കിൽ നമ്മൾ സ്പെയിൻ ജയിക്കും. കളിക്കുന്നവർ കളിക്കട്ടെ, ജയിക്കുന്നവർ കപ്പടിക്കട്ടെ, തോക്കുന്നവർക്ക് അടുത്ത വീണ്ടും അവസരമുണ്ട്, വീണ്ടും കളിക്കട്ടെ. ഇന്ത്യക്ക് ഒരു സമയത്ത് ഇന്ത്യയും കൂടെ വേൾഡ് കപ്പ് കയറട്ടെ, ഇന്ത്യയും കളിക്കട്ടെ. അത് വേൾഡ് കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 2027 വേൾഡ് കപ്പ് നമ്മൾ ഫോർമാറ്റ് മാറുകയാണ്. ടീമുകളുടെ എണ്ണം 14 ടീമെന്ന് പറഞ്ഞിട്ട് 11 പേര് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യും. ടോപ്പ് 11-ലുള്ള 11 ക്വാളിഫൈ. 12, 13, 14 പേരില് റൗണ്ട് റോബിൻ കളി, 3 പരസ്പരം കളിക്കും. അതിന് ജയിക്കുന്നവര് നേരെ 12 ടീമേ ഉള്ളു. എന്നിട്ട് സൂപ്പർ 6 പോലെ, എന്നിട്ട് 6 വെച്ചാൽ 2 ഗ്രൂപ്പ് ആക്കും. എന്നിട്ട് അതില് ടോപ്പ് 3 2 ഗ്രൂപ്പില് 3 പേര് വെച്ചിട്ട് അടുത്തൊരു ഇത് വരുന്നു. ബാക്കിയുള്ള 4 പേരുണ്ട്. ഈ 4 പേര് തമ്മിൽ വീണ്ടും കളിച്ച് ഒരാളാണെന്ന്, കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ICCക്ക് പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം അസോസിയേറ്റ് ടീമുകളാണ്. കാരണം അവർക്കൊരു ക്വാളിഫയർ കളിക്കണം, എന്നിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കണം. ഇതെല്ലാം കളിച്ച് കഷ്ടപ്പെട്ട് വന്നിട്ട് ക്വാളിഫയർ കളിക്കണം. അതാണ്. എന്നിട്ട് പിന്നെ സൂപ്പർ അത് കയറിയിട്ട് വീണ്ടും കളിക്കണം. അപ്പോൾ അവർക്ക് ഇത്രയും മാച്ച് വരുമ്പോൾ നമ്മുടെ നെതർലാൻഡ്സിൽ നിന്ന് ക്യാപ്റ്റൻ പറഞ്ഞിട്ട് ഇതൊക്കെ എന്ത് കഷ്ടമാണ്, ഇങ്ങനെയൊക്കെ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാവൂ, ഇതിൽ മാത്രം കളി നമുക്ക് ഇവിടുന്ന് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞ കൂടുതൽ പ്രശ്നം വരുന്നുണ്ട്. കാരണം ഒന്നാമത് 11 ടീമേ ഉള്ളൂ. 11 റാങ്കിങ് വരുമ്പോൾ ഒരു അയർലൻഡ്, നെതർലാൻഡ് വരെ വരും. പിന്നെ ഉണ്ട് നേപ്പാളുണ്ട്, വേറെ ഈ സ്കോട്ട്ലൻഡ് കളിക്കുന്നുണ്ട്, അവർക്കൊക്കെ പിന്നെ സിംബാബ്വെ കളിക്കുന്നുണ്ട്. ഇതൊക്കെ
ആ ടീമുകളുടെ എണ്ണം കൂട്ടുന്നത് നല്ലതാണ്. പിന്നെ മാച്ചിന് ഏറ്റവും പറഞ്ഞ ഓഡിഐക്ക് ഇപ്പോൾ വ്യൂവർഷിപ്പ് കുറയുന്നതുകൊണ്ട് ഓഡിഐക്ക് എതിരെ ആൾക്കാർ വരുന്നുണ്ട്. ഇത്രയും കളിയൊന്നും വേണ്ട, ഭയങ്കര കൂടുതലാണ്. ചിലപ്പോ ഓഡി ഫോർമാറ്റ് ഓവർ കുറയ്ക്കും, ചിലപ്പോ 40 ഓവർ. അത് പറയുന്നു, തോന്നുന്നില്ല. പക്ഷെ 50 ഓവർ തന്നെയാണ്. പക്ഷെ എന്തായാലും നമ്പർ ഓഫ് മാച്ചസ് കുറയും. ഓഡിയോ മാച്ചസ് ഇപ്പോഴത്തെ ഒരു ഇതില് അടുത്ത വർഷം ചില വേൾഡ് കപ്പ് ഉള്ളതുകൊണ്ട് ഏഷ്യ കപ്പും ഓഡിയിൽ വരും. പിന്നെ അതിനുശേഷം ഭയങ്കരമായിട്ട് കുറയും. കാരണം പിന്നെ 28 ഇതാണ് T20 വേൾഡ് കപ്പ് ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ അടുത്ത ചാമ്പ്യൻസ് ട്രോഫി. പക്ഷെ ഓഡിയോയുടെ എനിക്ക് കൂട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം ആകെ 8 ടീമിനെ കളിക്കുമ്പോൾ. ഇനി ചിലപ്പോൾ മിക്കവാറും കുറച്ചുകൂടി പേർക്ക് ടെസ്റ്റിലോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ടെസ്റ്റിലോട്ട് കുറച്ചുകൂടി ആൾക്കാർ ചിലപ്പോൾ 9 പേരാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളത്. ചിലപ്പോൾ അടുത്ത റൗണ്ടില് 10 പതുക്കെ കൂടി വരെ സാധ്യത വരാം. ചിലപ്പോൾ സെമി ഫൈനലൊക്കെ കളിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരട്ടെ, ചാമ്പ്യൻഷിപ്പില് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ ടെസ്റ്റ്. അത് എന്നാലും ഇന്ത്യക്ക് കളിക്കാൻ പറ്റും കേട്ടോ. സെമി ഫൈനൽ 4 കയറുള്ളൂ. പണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2. ഇപ്പൊ 5ാം സ്ഥാനമൊക്കെയാണ്. 5 കണ്ടിട്ട് കുറെ കാലം കൊണ്ട് 5 തന്നെ ഇരിക്കുകയാണ്. ബംഗ്ലാദേശിലേക്ക് മുകളിൽ താഴത്തിൽ മുകളിലാണ്. എന്തായാലും അടുത്ത വർഷം, ഒരു വർഷം കറക്റ്റ് എനിക്ക് തോന്നുന്നു അടുത്ത ജൂണിലാണ്, ജൂലൈ പകുതിയിൽ വെച്ച് ഫൈനൽ. IPL കഴിഞ്ഞ ഒരു വർഷം കൂടെ ഉണ്ട്. ഇനി ആരോടെ ഉണ്ട്? നമുക്കിനി വമ്പൻ BGT ഉണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. ന്യൂസിലാൻഡ് വെച്ച്. 2024 ഇതേപോലെ ഒന്ന് കഴിഞ്ഞാണ്. ഇപ്പൊ ന്യൂസിലാൻഡിൽ പോവാണ്. ജയിക്കട്ടെ എനിക്ക്. കാരണം ആ 2 സീരീസ് നല്ല രീതിക്ക് ജയിച്ചാലേ നമ്മൾ പറഞ്ഞ ഈ ടോപ്പ് 2 എത്താനും. പക്ഷെ ഇപ്പോഴത്തെ ടോപ്പ് ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക. ഓസ്ട്രേലിയ ടോപ്പിൽ നിൽക്കുവാണ്. അതാണ് ഭയങ്കര മാർജിനിലാണ് ഓസ്ട്രേലിയ ടോപ്പ് ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്ക അത്യാവശ്യം നല്ല ഇതിലാണ്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പില് 5ാം സ്ഥാനത്ത് തന്നെയാണ് ഇന്ത്യ. അന്ന് അപേക്ഷ പറഞ്ഞതുപോലെ ഒന്നും വന്നില്ല. ഏഷ്യയുടെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഏഷ്യക്ക്. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഒരു ഈക്വൽ നമ്പർ ഓഫ് മാച്ചസ് വന്നു. അങ്ങനെ സംഭവം വരട്ടെ. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തായാലും മെയിൻ ടീം കേട്ടോ, അതായത് ഇന്ത്യ, ഇംഗ്ലണ്ട്, ആഷസ്, അതുപോലെ കുറച്ച് സാധനങ്ങൾ മാത്രം 5 ഉള്ളൂ. ബാക്കിയെല്ലാം 2, 3. അതൊക്കെ മാറ്റിയിട്ട് ഒന്നില്ലെങ്കിൽ എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. ഒരു ഒന്നില്ലെങ്കിൽ 3. അതെ, അങ്ങനെ ആക്കിയിരുന്നെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു. പക്ഷെ 5 മാച്ച് കുറയ്ക്കാൻ നമുക്ക്, അല്ലെങ്കിൽ 5 വെച്ച് കളിക്കട്ടെ. കാരണം ഇന്ത്യയുടെ നോക്കിക്കഴിഞ്ഞാൽ 5 മാച്ച് ഇംഗ്ലണ്ടിലൂടെ, 5 മാച്ച് ഓസ്ട്രേലിയയുടെ. അപ്പൊ തന്നെ പകുതി ഇത് പോകും. പിന്നെ 3 മാച്ച് ന്യൂസിലൻഡിലൂടെ, പിന്നെ 3 മാച്ച് ഇവരിവിടെ സൗത്ത് ആഫ്രിക്ക 16. പിന്നെ 2 മാച്ച് ബംഗ്ലാദേശ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ ബംഗ്ലാദേശ്. അങ്ങനെ ആയിരിക്കും. ഒരു 18-20 ടെസ്റ്റ് അടുപ്പിച്ചോളം വരും. അപ്പൊ അതിൽ 10-12 റിസ്കിലാണ് ഇന്ത്യ. കുഴപ്പമില്ല, ഇന്ത്യക്ക് ജയിക്കാന്നേ ഉള്ളൂ. ഇന്ത്യക്ക് പേടിക്കാതെ 16 കളി അത്ര പേടിച്ചാൽ മതി. ബാക്കി 4 കളി നമുക്ക്. അതെ. മഴത്തൊന്നും ആ കളി പോകാതിരുന്നാൽ മതി. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അതെ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഓക്കെ, ബൈ.